പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി എത്തിയിരിക്കുന്നത് ഒരു പരിചയപ്പെടുത്തലും വേണ്ടാത്ത ഒരാളാണ്. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും MP-യുമായ ശ്രീ A. റഹീം. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ A. റഹീം, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈദ് മുബാറക്. എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക്. എല്ലാ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചാനലിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ മുഴുവൻ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. ബലിപ്പെരുന്നാളായിട്ട് മടങ്ങിവരവാണ് ഇതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന വാർത്ത. മലയാളികളാകെ ഇല്ല അതിലേക്ക് പോകുന്നതേ ഉള്ളൂ. റഹീമിന്റെ മടങ്ങിവരവിനായി വേറൊരു റഹീമിന്റെ വാർത്തയിലാണല്ലോ നമ്മൾ തുടർന്നത്. മലയാളികളുടെ നന്മയുടെ അതിൻ്റെ ലോകമാകെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു വാർത്താ പ്രഭാതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും റഹീമിൻ്റെ മടങ്ങിവരവിന് വേണ്ടി പ്രയത്നിച്ച മുഴുവൻ മനുഷ്യർക്കും, നല്ല മനസ്സുകൾ എല്ലാവർക്കും ഞാൻ നന്ദിയും നന്മയും ഒക്കെ രേഖപ്പെടുത്തുകയാണ്, നേരുകയാണ്. നിശ്ചയമായും ശ്രീ A. റഹീം, ഈ കാഴ്ചകളെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് വരാം. അതിനുമുമ്പ് ശ്രീ A. റഹീം, ഇപ്പോൾ ഒരു അസാധാരണമായൊരു സാഹചര്യം ഇന്നലെ ഇവിടെ ഉണ്ടായി. നമുക്കറിയാവുന്ന പോലെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ മകൾ T. വീണയുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധമുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഇന്നലെ ED-യുടെ റെയ്ഡ് നടന്നു. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മരവിച്ച് നിന്നൊരു കേസ്, അത് കോടതിയുടെയൊക്കെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ED റീഓപ്പൺ ചെയ്ത് അവരുടെ റെയ്ഡൊക്കെ ആരംഭിച്ചു. ഇതിന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. CPM എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഇതൊരു കോൺഗ്രസ് BJP ഡീൽ എന്ന് പറയാനുള്ള കാരണം ശ്രീ A. റഹീം? തുടർച്ചയായി കേരളത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വന്നപ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED ഇതുവരെ വേട്ടയാടാൻ വരാത്തത്? അത് വൈകുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ വേണ്ടതായിരുന്നില്ലേ? ഇത്തരത്തിലുള്ള ചോദ്യമായിരുന്നു. ED വരാത്തതിലുള്ള തൻ്റെ അദമ്യമായ വിഷമം ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. നമ്പർ 1. നമ്പർ 2, ഈ രാജ്യത്തെമ്പാടും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനകത്ത് ഇറങ്ങണം. അവരാവശ്യപ്പെട്ട കാര്യമാണ്. മനീഷ് സിസോദിയ ജയിലിലായ സന്ദർഭത്തിൽ അത് ആഹ്ലാദഭരിതരായി ആഘോഷിച്ചവരാണ് ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ. അപ്പോൾ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെയും EDക്ക് വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്ന ഒരു പണിയാണ്, അങ്ങനെ ഒരു കടമയാണ്, അങ്ങനെ ഒരു ചരിത്രപരമായ എന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കടമയാണ് കോൺഗ്രസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പോട്ടെ, ഇന്നലെ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ നാടകമുണ്ടായിരുന്നല്ലോ, ഈ റെയ്ഡ് നാടകത്തിന് ശേഷമുണ്ടായ സംഭവം എന്താണ്? തെരുവിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇറങ്ങുകയാണ്, ആഹ്ലാദഭരിതരായി ഇറങ്ങുകയാണ്. പിണറായിയുടെ വീട്ടിൽ ED കയറിയല്ലോ, പിണറായി രാജിവെക്കണം എന്തെല്ലാം പറഞ്ഞത് തെരുവിലിറങ്ങിയതാരായിരുന്നു? ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനോട് ഡൽഹിയിൽ വെച്ചും തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ച കാര്യം എന്തായിരുന്നു? ഒരക്ഷരം ഇത് സംബന്ധിച്ചുമുണ്ടോ? അപലപിച്ചോ? ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞോ? ഒരു കാര്യവും ചെയ്തില്ല. എന്നാൽ ഞാൻ തിരിച്ചു ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. CPIM-നെ സംബന്ധിച്ച് EDയെ പോലുള്ള അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടാണത്, ഞങ്ങളുടെ അഭിപ്രായം ED രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിനുള്ള BJPയുടെ ഒരു ടൂളാണ്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയാലും സോണിയാഗാന്ധിയെ വേട്ടയാടിയാലും അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടിയാലും ഈ രാജ്യത്ത് ആർക്കുനേരെ EDയെ BJP പറഞ്ഞയച്ചാലും അതിൽ ഞങ്ങൾക്ക് സുവ്യക്തമായൊരു നിലപാടുണ്ട്, ക്ലാരിറ്റിയുള്ളൊരു നിലപാട്. എന്നാൽ കോൺഗ്രസ്സിന് അതിലുള്ള നിലപാട് എന്താണ്? അതാണ് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസ് അക്കാര്യത്തിൽ പറഞ്ഞത്, രാഹുൽ ഗാന്ധി, നിങ്ങൾ നോക്കൂ, രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യപ്പെട്ടു. അന്ന് സഖാവ് പിണറായി വിജയൻ നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടൊരു ദിവസമുണ്ട്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്ന് അയോഗ്യനാക്കിയ ദിവസം. അന്ന് ആ സന്ദർഭത്തിൽ MP എന്നുള്ള നിലയിൽ പ്രതിഷേധിച്ച് ലോക്കപ്പിലായ ഒരാളാണ് ഞാൻ. ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് വരിക്കപ്പെട്ട ഒരാളാണ് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഇടതുപക്ഷ MP-മാരിൽ മഹാഭൂരിപക്ഷം എല്ലാവരും അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയോ അന്ന് പീഡനം ഏറ്റുവാങ്ങുകയോ ചെയ്ത ആളുകളാണ്. അന്ന് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം ഈ കേരളത്തിൻ്റെ തെരുവീഥികളിൽ
BJPക്കെതിരെ ശക്തമായ മുദ്രാവാക്യവുമായി ആദ്യമായി തെരുവിലിറങ്ങിയ സംഘടന DYFI ആണ്. എന്തുകൊണ്ടാണത്? അത് രാഹുൽ ഗാന്ധിയോടുള്ള രാഷ്ട്രീയ ഐക്യദാർഢ്യമല്ല, മറിച്ച് രാഹുൽ ഗാന്ധിയെ വേട്ടക്കിറങ്ങുന്ന ആ വേട്ടക്കിറങ്ങിയ ED എന്ന ഏജൻസിയോട് ടൂളിനോടുള്ള CPIMൻ്റെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയുള്ള ഒരു നിലപാടുള്ളത് കൊണ്ടാണ്. ഈ നിലപാടല്ല കോൺഗ്രസ് പുലർന്നത്. കോൺഗ്രസിന്റെ നിലപാട് അങ്ങ് പറയുന്നത് കൃത്യമാണ്. ഇപ്പം ഈ വിഷയത്തിൽ ഇതുവരെ രാഹുൽ ഗാന്ധി പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളുടെയും പ്രസ്താവനകൾ ഗൗരവത്തോടെ അവർ ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു, പേരെടുത്ത് വിമർശിക്കുന്നു. ഇപ്പോൾ MK സ്റ്റാലിൻ അദ്ദേഹം ഇതിന് സമാനമായ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി അതൊരു ആശയമായിരുന്നല്ലോ. നമ്മൾ രാജ്യത്ത് BJP അല്ലെങ്കിൽ വർഗീയ ശക്തികളെ നേരിടാൻ രൂപം കൊണ്ടൊരു ആശയമായിരുന്നു. ആ ആശയത്തിന്റെ ഐക്യം നഷ്ടപ്പെടുന്നു എന്ന സൂചന കൂടിയാണോ ശ്രീ A. റഹീം ഇതെല്ലാം? അല്ല, അത് കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. അങ്ങനെ ഒരു സൂചനയാണിത് ഈ കാണുന്നതെല്ലാം എന്ന് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തക, ഒരു സാധാരണക്കാരായ ഒരാൾ സംശയം പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ ഈ സംഭവത്തിൽ സ്റ്റാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ? ED വേട്ടക്കിറങ്ങി എന്നതിൻ്റെ അർത്ഥം വായിക്കാൻ ഒരു സാമാന്യ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കൂടുതൽ സമയമൊന്നും എടുക്കേണ്ടതില്ലെന്നേ. ED ഒരാളുടെ മേൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം പൊളിറ്റിക്കലാണ്, അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്, ഓർക്കസ്ട്രേറ്റഡ് ആണ് എന്ന് നിഗമനത്തിലേക്ക് എത്താൻ, എന്ന നിലപാട് പറയാൻ അധിക ദൂരമൊന്നും പോണ്ട. ഇതതിന് പകരം ആ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ സംവിധാനത്തെ EDയെ എന്തുകൊണ്ട് പിണറായിയെ വേട്ടയാടാൻ വരുന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിച്ച് രാഹുൽ ഗാന്ധിക്ക് സന്തോഷം വന്ന ദിവസമാണ് ഇന്നലെ. അദ്ദേഹം വലിയ വിഷമത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് ഇതുവരെ പിണറായിയെ വേട്ടയാടത്? ഇപ്പോൾ സന്തോഷമായല്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അതിയായി സന്തോഷിച്ച് ഉറങ്ങിയൊരു ദിവസമായിരിക്കും ഇന്നലെ. അദ്ദേഹത്തിൻ്റെ ഡൽഹി യാത്രയിലെ അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചകൾ, ആ കൂടിക്കാഴ്ചകളിൽ ഈ തൊട്ടടുത്ത ദിവസം വരുന്ന റെയ്ഡ്, അദ്ദേഹം ഡൽഹിയിലുള്ളപ്പോൾ തന്നെ കേരളത്തിലുണ്ടായ റെയ്ഡ്, ആ റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ രാഷ്ട്രീയ വായനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എന്തായിരുന്നു ശ്രീ VD സതീശൻ്റെ ഡൽഹി യാത്രയുടെ ബാക്ക്ഗ്രൗണ്ട്? പരസ്പരം സംസാരിച്ചതാണ്. അദ്ദേഹം തന്നെ പറയുന്നു, വൈറ്റ് പേപ്പർ വന്നിട്ടില്ല, വൈറ്റ് പേപ്പർ വന്നിട്ട് ഞങ്ങളുടെ ശരിയായ കാര്യങ്ങളുമായി ഞങ്ങൾ പിന്നീട് വരും എന്നാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങളുമായി ഞങ്ങൾ വരുന്നത് പിന്നീടാണ് എന്ന് അദ്ദേഹം പറയുന്നു. എങ്കിൽ പിന്നെ ഇപ്പോൾ പോയത് എന്തിനാണ്? അദ്ദേഹം വ്യക്തമാക്കണ്ടേ? ഇങ്ങനെ ഇന്നലെ അദ്ദേഹം സ്വീകരിച്ച മൗനം എന്തിനാണ് തള്ളിപ്പറയാൻ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്ന, എല്ലാവരും അംഗീകരിക്കുന്ന, ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന സഖാവ് പിണറായി വിജയൻ, ആ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ EDക്ക് വേട്ടയാടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു കാഴ്ച, ഇത് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും. ശ്രീ A. റഹീം, ഇതിലിപ്പം അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ഒരു വലിയൊരു സംഭവമാണ് നടന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ, ഇപ്പൊ അദ്ദേഹം ഈ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഒരാഴ്ചയാകുന്നുള്ളൂ. അതിനിടയ്ക്ക് തന്നെ ആ വീട്ടിലുണ്ടാകുന്ന റെയ്ഡ്, പിന്നീട് കേരളത്തിൽ ആകെ ഉണ്ടായ സംഭവ വികാസങ്ങൾ. അപ്പം മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ ആധികാരികമായി എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലാകും ഈ ഒരു മൗനം. ഇന്നലെ K. മുരളീധരനൊക്കെ വിശദമായി തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. മറ്റ് പ്രതികരണങ്ങൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രീ A. റഹീം, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി ED സംഘം എത്തുന്നു എന്നാണ് അദ്ദേഹം തന്നെ ഈ റെയ്ഡിനൊക്കെ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അവർ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മകളെയും ആരോപണ വിധേയ വീണ T, അപ്പോൾ അവരെയും ചോദ്യം ചെയ്യുന്നു. 8 മണിക്കൂറിൽ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു. അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ മകളെയോ ഉപദ്രവിച്ചിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. റെയ്ഡ് മാത്രമായിരുന്നു. ഇതെല്ലാം സമാധാനപരവുമായിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, ഒരു തൊഴിലാളിയുടെ വാഹനം തല്ലി തകർക്കുക, അയാളുടെ കണ്ണിന് പരിക്കേൽപ്പിക്കുക, വനിതാ ഉദ്യോഗസ്ഥയടക്കം ആ വാഹനത്തിലുണ്ട്. അതിൻ്റെ ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെയും ഇഷ്ടിക കൊണ്ടും കാലുകൊണ്ടും ഒക്കെ ചവിട്ടി പൊളിക്കുകയാണ്. സമാധാനപരമായിട്ട് നടന്ന ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ഒരു അക്രമ സ്വഭാവം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ശ്രീ A. റഹീം. ഇപ്പോൾ ഈ വിഷയം നമ്മൾ ചോദിക്കുമ്പോൾ BJP ഒക്കെ പ്രതിരോധിക്കുന്നത് 2010 നിങ്ങളാരും മറന്നു കാണില്ലല്ലോ, അന്ന് 10 മണിക്കൂറിലധികമായിരുന്നല്ലോ മുഖ്യമന്ത്രിയായിരിക്കെ മോദിയെ ED ചോദ്യം ചെയ്തത്. അന്ന് എവിടെയും വാഹനം കത്തിക്കലോ വാഹനം തല്ലി തകർക്കലോ അങ്ങനെയൊന്നും ആരും കണ്ടില്ലല്ലോ എന്നാണ്. അല്ല, അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ റെയ്ഡ് നടത്തി, സമാധാനപരമായിരുന്നു റെയ്ഡ് എന്ന് പറഞ്ഞു. റെയ്ഡ് നടത്തി എന്ത് രേഖയായിരുന്നു അവർക്ക് പിടിച്ചെടുക്കാനുണ്ടായിരുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം.
3 സ്ഥലങ്ങളിൽ കേരളത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട 3ഇടങ്ങളിൽ റെയ്ഡ് നടത്തി എന്ത് രേഖയായിരുന്നു പിടിച്ചെടുക്കേണ്ടായിരുന്നു. ഞാൻ ഈ കേസിൻ്റെ അവർ പിടിച്ചെടുത്ത രേഖ എന്താണ്? ബാങ്ക് ഡീറ്റെയിൽ വീണയുടെ എടുത്തു എന്നാണ്. ബാങ്ക് ഡീറ്റെയിൽ എടുക്കാൻ എന്തിനാണ് തിരുവനന്തപുരത്ത് വീട്ടിൽ വന്ന് 7 മണിക്കൂർ ഈ നാടകം കളിക്കേണ്ട കാര്യം? ഇനി ഈ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. ഈ കേസിൽ വീണ എപ്പോഴെല്ലാം തന്നെ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഹാജരാകാൻ ഏജൻസികൾ ആവശ്യപ്പെട്ടോ അപ്പോഴെല്ലാം സഹകരിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ടാൽ മതിയല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ വരേണ്ട കാര്യം എന്താ? ബാങ്ക് ചോദിച്ചാൽ പോലെ ഒരാൾക്ക് താങ്കൾക്ക് എവിടെയെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് ഒരു ഏജൻസിക്ക് ഈസിയായിട്ട് അറിയാം. എന്തിനായിരുന്നു ഈ ഡ്രാമ? എന്നിട്ട് അവർ തന്നെ ഒഫീഷ്യലി അത് ഡിക്ലെയർ ചെയ്തല്ലോ, ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ റെയ്ഡ് നടത്തുകയാണ്. അതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ആ രാഷ്ട്രീയ നാടകത്തിന് ഇനി ഞാൻ പോട്ടെ. അവിടെ വീണയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടാൻ വേണ്ടി വന്നവരാണ് എങ്കിൽ അത് ആവശ്യപ്പെട്ട് മടങ്ങാം. അതല്ല, മണിക്കൂറുകൾ ചിലവഴിക്കുന്നു. ആ മണിക്കൂറുകൾ നേരം അവർ തടവിനു സമാനമായി പിടിച്ചു വെച്ചിരുന്നത് ആരെയാണ്? ഈ കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഒരു നേതാവിനെ, ആ നേതാവിനോട് വൈകാരികമായി ബന്ധമുള്ളവർ വീടുകളുടെ മുമ്പിൽ ഒരുമിച്ച് കൂടി. ഞങ്ങളിന്നലെ ആഹ്വാനം നൽകുന്നത്, അതായത് പ്രതിഷേധിക്കണമെന്ന് ആഹ്വാനം നൽകുന്നത് 10 മണിക്ക് ശേഷമാണ്. പക്ഷെ പ്രതിഷേധിക്കണമെന്ന ആഹ്വാനത്തിന് മുൻപ് തന്നെ സ്വാഭാവികമായി ഈ സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തിയ സഖാക്കളുണ്ട്. ഒരാളും പറയാതെ TV-യിൽ ഇത് കണ്ടിട്ട് അവരുടെ വൈകാരികമായ പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടതാണ്. പിന്നെ ഉണ്ടായ ഈ സംഭവങ്ങൾ, ഈ വാഹനം തകർത്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അത്തരമൊരു സംഭവം യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്നാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ എന്ന് പറഞ്ഞ് വൈകാരികമായൊരു തള്ളിച്ച ഉണ്ടാകില്ലേ, വൈകാരികമായൊരു ക്ഷോഭം ഉണ്ടാവില്ലേ? അവിടെ ഉണ്ടായിരുന്ന സഖാക്കൾ അവരുടെ മുമ്പിൽ എന്താണ്? അവരുടെ മുമ്പിൽ ഒരു കേവലമായൊരു രാഷ്ട്രീയ ഏജൻസിയായ, കോടതികൾ തന്നെ പല ഘട്ടങ്ങളിലും നിരീക്ഷിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ വെപ്പൺ, BJPയുടെ രാഷ്ട്രീയ വെപ്പൺ. ED കാണുന്നത് എങ്ങനെയാണ്? ED പിണറായിയുടെ വീട്ടിൽ കയറിയെന്നല്ല, മറിച്ച് ഒരു സംഘം RSSകാരോ സംഘപരിവാറുകാരോ EDയുടെ വേഷമിട്ട് അവിടെ കയറിയെന്നല്ലേ. കാരണം വേറൊന്നുമല്ല, ED ഒരു സംഘപരിവാർ സംഘടനയായാണ് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിവാർ ഓർഗനൈസേഷൻ, ഒരു പരിവാർ ഓർഗനൈസേഷനെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവിനെ, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവിനെ മണിക്കൂറുകളോളം ബന്ദിയാക്കി വെച്ചിരിക്കുന്നു. കേന്ദ്രസേനയെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ വിന്യസിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനകത്തേക്ക് കയറി ചെല്ലാൻ സ്റ്റാഫിനെ പോലും സമ്മതിക്കുന്നില്ല. കയറി ചെല്ലാൻ അനുമതി ചോദിച്ച പാർലമെൻ്റ് അംഗത്തെ പോലും സമ്മതിക്കുന്നില്ല. ഈ അവസ്ഥയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മണിക്കൂറുകളോളം സഖാവ് പിണറായി വിജയൻ എന്ന ഞങ്ങളുടെ നേതാവിനെ തടഞ്ഞു വെച്ചതിനുള്ള സ്വാഭാവികമായ വൈകാരിക ക്ഷോഭം അണപൊട്ടിയൊഴുകിയതാണ്. അത് ഉദ്യോഗസ്ഥർ കേസുമായി മുന്നോട്ട് പോകണം. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം മാരകായുധങ്ങളുമായി തങ്ങളെ CPM പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ്. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തെ അതീവ ഗൗരവത്തോടെ കേന്ദ്ര സർക്കാരും അതിനെ കണക്കാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോടക്കം വിശദീകരണം തേടി, സംസ്ഥാന പോലീസ് മേധാവിയോടക്കം വിശദീകരണം തേടിയെന്നറിയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ ഗൗരവം അത്രത്തോളം വലുതല്ലേ? അപ്പം പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടാനാണ് തീരുമാനം? അല്ല, അതിന് നിയമപരമായി നേരിടാനല്ലേ പറ്റുള്ളൂ. അത് നിയമപരമായ കാര്യങ്ങളാണല്ലോ. നിയമപരമായി തന്നെ അതിനെ നേരിടുക മാത്രം, മറ്റു വഴികളില്ല. പക്ഷേ ഉണ്ടായ സാഹചര്യമാണ് വിശദീകരിച്ചത്. ആ ഉണ്ടായ സാഹചര്യത്തിൻ്റെ ഗൗരവമാണ് ആ സാഹചര്യം സൃഷ്ടിച്ചതെന്തിനാണ്? വീണയിൽ നിന്ന് ഈ പറഞ്ഞ രേഖകളാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവർക്ക് നേരിട്ട് ആവശ്യപ്പെടാം. വീണയോട് തന്നെ ആവശ്യപ്പെട്ടാൽ കൊടുക്കും. ഇതുവരെ അവർ സഹകരിക്കാൻ ഇരുന്നിട്ടില്ല. പക്ഷേ എന്തിനായിരുന്നു പിണറായി വിജയനെ ബന്ദിയാക്കി വെച്ചുകൊണ്ടുള്ള ഈ നാടകം കളിക്കാൻ കാരണം? പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് വന്ന് കേന്ദ്രസേനയെ വിന്യസിക്കേണ്ട കാര്യം അത് ജനാധിപത്യപരമാണോ? എന്തിനായിരുന്നു റെയ്ഡ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എന്ത് നേടാനായിരുന്നു ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയത്? ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ എന്ത് തേടി വന്നതാണ്? ഇതാണ് എൻ്റെ ചോദ്യം. എന്ത് തേടി? അത് ED മറുപടി പറയണം. ED അയച്ചവർ മറുപടി പറയണം. എന്തു തേടിയാണ് ഇവിടെ കയറിയത്? എന്തായിരുന്നു നിങ്ങൾക്ക് ആവശ്യം? എന്താണ് കിട്ടിയത്? ഇത് പറയണ്ടേ? എന്തു തേടിയാണ് നിങ്ങൾ വന്നത്? ഈ 3 വീടുകളിലും റെയ്ഡ് ചെയ്ത് എന്ത് തേടിയാണ് വന്നത്? റെയ്ഡ് നടത്തുമ്പോൾ ഒരു ആവശ്യമാണല്ലോ. ഇപ്പോൾ പോലീസ് ഒരു ഏജൻസി ഒരിടത്ത് റെയ്ഡ് നടത്തുമ്പോൾ ഒന്നുകിൽ പ്രതിയെ പിടിക്കാനായിരിക്കും, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെൻറ്റുകൾ. ഏത് ഡോക്യുമെൻ്റ് തേടിയാണ് വന്നത്? അവർ പറയണ്ടേ? വെറുതെ കയറിയൊക്കെ റെയ്ഡ് എടുത്താൽ എന്നിട്ട് മണിക്കൂറുകൾ അവിടെ ചിലവഴിക്കുക അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ പോട്ടെ, 1 മണിക്കൂർ കൊണ്ടോ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യം മണിക്കൂറുകൾ നീണ്ടു നിന്ന ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് ഇതിനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയത് ഞങ്ങളാണോ ED ആണോ? അങ്ങനെ വരുമ്പോഴേക്കും ഇത് അറിഞ്ഞെത്തുന്നവർ വൈകാരിക വിക്ഷോഭത്തിൽ അവർ പ്രതികരിച്ചു. അത് ദൗർഭാഗ്യകരമെന്ന് ഞാൻ പറഞ്ഞു.
പക്ഷെ ആ ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് ലീഡ് ചെയ്തത് EDയുടെ രാഷ്ട്രീയ പ്രേരിതമായ നടപടികളല്ലേ? ഓക്കെ, ആരെയാണ് നിങ്ങൾ വ്യക്തമാണ്. ചോദ്യം ശ്രീ ചെയ്യുന്നത്? എ റഹീം ചോദിക്കുന്ന ഇത് ചോദ്യങ്ങൾ ആരെയാണ് വ്യക്തതയുള്ളതാണ്, ക്ലാരിറ്റി ഉള്ളതാണ്. ആരെയാണ് ബന്ദിയാക്കി വെച്ചത്? അപ്പോൾ സമയപരിമിതി കൊണ്ട് മാത്രമാണ്. ഒരുപാട് സന്തോഷം അങ്ങ് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ഇന്നൊരു നല്ല ദിവസമാകട്ടെ. ഒപ്പം തന്നെ ഒരിക്കൽ കൂടി ഈദ് വിഷസ് നേരുന്നു. താങ്ക് യു.